കാടാല്ലേ. ഇത് ബേസിനിൽ കൊടുക്കണ്ടേ 2-3 കഴിക്കാൻ വേണ്ടി. എന്താ വീട്ടിലേ ഞാൻ വീണാലും നീ വീട് എവിടാ? മച്ചന്മാരെ, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്ന കുക്കിംഗ് ആയിട്ടല്ല, ഞാനൊരു മല കയറാമെന്ന് വിചാരിച്ചു. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു മലയാണ്. അങ്ങനെ ഫേമസ് ഒന്നും ആയിട്ടില്ല, ഫേമസ് ആയിട്ട് വന്നേ. അപ്പോൾ ഈ മലയുടെ പേര് കുമ്പൻപാറ അമ്പിളിക്കുന്ന് എന്ന് പറഞ്ഞ മല കേട്ടോ. ഇതേ കാണുന്നതാണ് മല. അതിൻ്റെ പൊക്കത്താണ് നമ്മളിന്ന് കയറാൻ പോകുന്നത്. ഞാൻ മാത്രമല്ല, എൻ്റെ അനിയനും കൂടെ കൂടെ ഉണ്ട്. അവൻ ഫ്രണ്ടേ പോയി. അപ്പോൾ നമുക്ക് നേരെ മലയുടെ മുകളിലേക്ക് കയറിയിട്ട് നോക്കാം എന്തൊക്കെയുണ്ട് കാണാൻ. ഇവിടെ മൊത്തം കാടാല്ലേ. നമ്മുടെ ഫോറസ്റ്റ് മുഴുവൻ എന്ത് ഇതിന് ഫോറസ്റ്റ് മുഴുവൻ മണല്ലേ. പിന്നെ അങ്ങനെ നമ്മുടെ ബേസിൽ വെച്ചാനൊരു വടിയൊക്കെ എടുത്തിട്ടുണ്ട്. കളയില്ല, കുത്തി കയറ്. ഇനിയും കയറാനുണ്ട്. മലയുടെ മുകളിലെത്തിയില്ല കേട്ടോ. മേളിൽ ചെല്ലണം. ഇത് നമ്മുടെ കൂമ്പാറ മലയാണോ. എന്നാ രസമാണ്. പെട്ടിമുടി എന്ന് പറഞ്ഞ മലയാണിത്. ഇപ്പോൾ നമ്മൾ കയറാൻ പോകുന്നൊരു മലയുടെ പുറത്തേക്കാണ്. അത് ഈ മൂന്നാറിൽ വന്നിട്ടുള്ളവർ ആരും കയറിയിട്ടില്ല. ആദ്യമായിട്ടായിരിക്കും നമ്മൾ കയറണേ. അങ്ങനെ ഞാൻ വടിയെടുക്കാൻ ഒരു രക്ഷയില്ല. നല്ല കയറ്റാട്ടോ, കുടിഞ്ഞ കയറ്റാ. ഈ എങ്ങനെ അവിടെ എത്താ? എങ്ങനെ എത്തി? ഒരു രക്ഷയില്ല. ഒരു ജീപ്പൊക്കെ ഉണ്ടായിരുന്നു. നീ എവിടെയാടാ കയറിയിരിക്കണേ? കുറ്റിയുടെ പുറത്താ. എടാ അതെന്ത് പഴടാ അത്? ഇതെന്തത്? എന്ത് പഴം അത്? തയ്യാ അത്? ഇതെന്നാ തയ്യത്? അപ്പോൾ നമ്മളിതേ കാണുന്ന മലയിലോട്ട് കയറാൻ പോണേ. അതിൻ്റെ മണ്ടേ കയറാൻ പോവാണ്. 2 പേരാട്ടോ വന്നിട്ടുണ്ട്. 2 പേര്. ഞാനുണ്ട്, എൻ്റെ അനിയനുണ്ട്. അവനൊക്കെ ഇത് എന്നും മിക്ക ദിവസം ഇതിലെ കയറി ഇറങ്ങുന്ന. അവനൊക്കെ നല്ല കിടുക്കാച്ചി സ്ഥലമാണ്. അതുപോലെ തന്നെ നമ്മൾ മൂന്നാറാണ്. അങ്ങേ അറ്റമായിട്ട് കാണുന്ന മൂന്നാറാണ്. ഇപ്പോൾ ഞാനിത് ഒരു 1.5 വർഷമായി ഇത് മല കയറിയിട്ട്. കയറിയപ്പോൾ ഭയങ്കര സെറ്റപ്പ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാടൊക്കെ വെട്ടി തെളിച്ച് ചെടികളും പഴങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. എടാ നിൽക്കടാ, ഞാനും വന്നു. അങ്ങനെ കയറി പകുതി എത്തി മലയുടെ. എടാ നിൽക്കടാ, ഞാനും വരാം. അയ്യോ പറ്റില്ല. അവിടെ അടുത്ത് വലിയൊരു കാട്ടിക്കടയായിട്ട് കയറാൻ പോടാ. കാട്ടിക്കടയല്ല, പുല്ലിങ്ങനെ വെട്ടാത്ത രീതിയിൽ ഇരിക്കുക. അപ്പം അതിൻ്റെ ഇടയ്ക്ക് കൂടെ കയറി പോകണം. ചൊറിയും, നല്ല കഷ്ടപ്പാടുണ്ട്. ഇല്ലടാ ചൊറിയോ? എവിടാ? ഇതുമല്ല, ഇതിനപ്പുറം ചാടിക്കടന്നാണ് ആര്? ഷെഫ് കുഞ്ഞുണ്ണി. പിടിച്ച് കയറണം. അയ്യോ പറ്റില്ല. അങ്ങനെ നമ്മൾ മലയുടെ പകുതി എത്തി കേട്ടോ. ഭയങ്കര പുല്ല്. ഇതൊക്കെ മാറ്റി വേണം നമുക്ക് മുകളിലേക്ക് കയറാൻ. നീ കയറണ്ടാ മുകളിലേക്ക്? കയറിക്കോ. മുകളിൽ ചെന്നാൽ വെള്ളം കിട്ടും.
ഓ ഇവിടെ വലിയൊരു കല്ലുണ്ട്. ആ നിൽക്കടാ വലിയ കുഴിയാ. ഓക്കെ, മുടിഞ്ഞ വെയിലാട്ടോ അല്ലേ, അതുപോലെ തന്നെ നല്ല കാറ്റും അല്ലേ. ഒരു ബീറൊക്കെ ഉണ്ടായിരുന്നു തെറ്റായിരുന്നു. ഈ മല ഇങ്ങനെ അറിയാണ്ട് കിടന്നിട്ട് എനിക്കൊരു വിഷമം, അതാണ് ഞാനിങ്ങനെ വീഡിയോ എടുക്കണേ. ഇത് നമ്മുടെ ചൂലൊക്കെ ഉണ്ടാക്കുന്ന സൈസ് ചെടിയത്. എടാ ഈ ചെടിയുടെ പേരാണോ? ചിറ്റിണ്ടല്ലോ. ആ അങ്ങനെ കണ്ട ഈ പള്ളി വാസൽ, അങ്ങേറ്റം കാണുന്ന പള്ളി വാസൽ കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ മലയുടെ താഴെ അങ്ങനെ എത്തിയിട്ട് മച്ചന്മാരെ, ഇത് താഴേക്ക് അവിടെ കല്ലാറുകുട്ടി, അതുപോലെ തന്നെ ഇത് അങ്ങേറ്റം ഇത് മലയുടെ അപ്പുറം ഇടുക്കി ഡാമൊക്കെ കാണാം. ഇവിടെ മണ്ടേ വന്നോ കല്ലാറുകുട്ടി ഡാം, അതെ ഈ കാണുന്ന കല്ലാറുകുട്ടി ഡാം. സൂം ചെയ്ത് കാണിച്ചാൽ ഈ കാണുന്ന കല്ലാറുകുട്ടി ഡാം കേട്ടോ. നമ്മൾ ഇനി കയറാൻ പോണത് ഇതിലേ പോയിട്ട് ആ ഏറ്റവും മണ്ടയിലാട്ടോ നമ്മൾ കയറാൻ പോണേ. അതുതന്നെ ഇത് ഈ താഴെ കാണുന്ന പാറ ഉണ്ടോ, അവിടെ ചെറിയൊരു ഗുഹയുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് ഒന്ന് കയറി ഇത് ടോപ്പിൽ കയറാം. ടോപ്പിൽ കയറിയിട്ടേ പോവുള്ളൂ, നിങ്ങളെ കാണിച്ചു തന്നിട്ട് ഞാൻ പോവുള്ളൂ. ണത് ഈ അടികളെ കുഞ്ഞു പോകണം, അല്ലാതെ പോക്ക് നടക്കുമെന്ന് തോന്നല. നീ എവിടെ എത്തിടാ? എന്താ പൊന്നടാ, ചൊറിച്ചിലുണ്ടട്ടാ. എന്നാലും ശരി നമ്മൾ മലയുടെ പൊക്കത്ത് കയറും അല്ലേ. അങ്ങനെ വഴി തെളിച്ച് നമ്മളിത് പാറയുടെ പകുതി എത്തിയിട്ടോ. പകുതി മീൻസ് ആ വലിയ പാറയുടെ പകുതി എത്തിയിട്ടുണ്ട് കണ്ടോ. ഇനിയുണ്ട് മുകളിലേക്ക് കയറാൻ, ഒത്തിരി ഉണ്ട് മുകളിലേക്ക് കയറാൻ. ഒത്തിരി മീൻസ് കയറാൻ ഇച്ചിരി പാടാ അല്ലടാ. എന്താ വീട്ടിലേ ഞാൻ വീണാലും നീ വീഴരുത്, കാരണം എൻ്റെ ക്യാമറ നിൻ്റെ കയ്യിലല്ലേ. അപ്പോൾ നമ്മൾ പുല്ലൊക്കെ വാങ്ങിച്ചിങ്ങനെ കയറി വന്നോ കേട്ടോ. ഭയങ്കര പുല്ല്, അയ്യോ ഒരു രക്ഷയില്ല. നമ്മുടെ ഗുഹ എത്തില്ലേ. അല്ലേ സെറ്റാട്ടോ അത് അല്ലേ. ഇവിടെ ഒരു തീയൊക്കെ പൂട്ടി ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ സെറ്റാ. എന്താടാ കാണിച്ച് നല്ല കാറ്റുണ്ട് കേട്ടോ അവിടെ. അതെ നമ്മൾ കയറി വന്ന ഫസ്റ്റിലേ കാണുന്നത് ഗുഹ കേട്ടോ. ഗുഹ മീൻസ് നമ്മുടെ മുള്ളമ്പന്നിയൊക്കെ കൂടുണ്ട്. മുള്ളമ്പന്നിനെ ഞാൻ കാണിച്ചു തരാം. എവിടെ ഇതുണ്ടോ, ഇതൊരു മുള്ളമ്പന്നിയുടെ ഗുഹ കേട്ടോ. അത് കണ്ടോ കണ്ടോ, ഇവിടെ വലിയ തുരങ്കമൊക്കെ കാണണ്ടോ. തുരങ്കമല്ല, എന്താ മുള്ളമ്പന്നി വേര് കുടിക്കാൻ വേണ്ടി ചെറിയ ചെറിയ ചെടിയുടെ വേരിങ്ങനെ മാന്തും വെള്ളം കുടിക്കാൻ വേണ്ടി. ഒരു വലിയ പാറ കേട്ടോ, പാറയുടെ അടിയിലാണിത് സംഭവം. ഇവിടെ ഇരിക്കാൻ നല്ല സുഖമാട്ടോ, നല്ല തണുപ്പില്ലേ, നല്ല തണുപ്പുണ്ട്, നല്ല കാറ്റുമുണ്ട്. നമ്മൾ അവിടെ നിന്നാണ് കയറി വന്നത്, ആ ഭാഗത്തു നിന്ന് നമ്മൾ കയറി വന്നത്. ഇതിൽ കയറി വന്ന് ഇവിടെ താഴത്തെ കട കയറി വന്ന് നമ്മളിവിടെ വന്ന് ഇരിക്കും. അപ്പോൾ ഇതേ നമ്മൾ 2022 മൂന്നാർ കാണാൻ വന്നവർ ഈ മല കാണാത്തത് പോലും ഭയങ്കര സങ്കടം ഉണ്ട് എനിക്ക്, ഇല്ലടാ. അത്രയും സെറ്റപ്പാണ്. നമ്മുടെ ക്യാമറ അത്ര ഒരു സെറ്റപ്പ് ഇല്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ
ഇപ്പം നമ്മൾ കാണുമ്പോൾ എങ്ങനെയുണ്ട്? കിടക്കാഴ്ചല്ലേ? അടുത്ത വർഷമൊന്നും കയറാൻ പറ്റില്ല, ഉറപ്പാണ് കയറാൻ പറ്റില്ല. ഇത് താഴെ അറ്റാക്ക് ഇങ്ങനെ ആൾക്കാർ മേടിച്ചിട്ടുണ്ട്, റിസോർട്ട് പണിയാനോ അങ്ങനെ കുറേ കാര്യങ്ങൾക്ക് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ വന്ന വഴി കണ്ടു വെയിൽ കെട്ടാൻ വേണ്ടി കമ്പിയൊക്കെ വെച്ചാണ്. അതുകൊണ്ട് വെയിൽ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അടുത്ത വർഷമൊന്നും കയറാൻ പറ്റില്ല അല്ലേ? ഒരു 5 വർഷം കഴിഞ്ഞ് മിക്കവാറും കയറായിരിക്കും ഇല്ലടാ. ഒരു 5-6 വർഷം കഴിഞ്ഞതിന് റിസോർട്ടൊക്കെ പണിത് വന്നു കഴിയുമ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. നല്ല ബ്യൂട്ടിഫുൾ സ്ഥലമാണ്. ഇനിയുണ്ട്, ഈ മുകളിലേക്കുണ്ട്. ഞങ്ങൾ കുറച്ച് നേരം ഇരുന്ന് വെള്ളമൊക്കെ കുടിക്കാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുകയാണ്. നല്ല ചൊറിച്ചിലാട്ടോ, ഒരു രക്ഷയില്ല ഈ പുല്ല് അല്ലേ? ഭയങ്കര ചൊറിച്ചിലല്ലേ? എന്നാലും ശരി നമ്മൾ ആ മലയുടെ മണ്ട കയറി നമ്മൾ കയറി കണ്ടിട്ടേ പോകുള്ളൂ. ഇവിടെ പുലി ഇറങ്ങി എന്നൊക്കെ പറഞ്ഞായിരുന്നു, ഇതുവരെ കണ്ടിട്ടില്ല. നിന്നെ പിടിക്കൂല, എന്നെ പിടിക്കും. എന്നെ പിടിച്ച 1 മാസത്തേക്ക് കഴിക്കാണ്ട്. നിന്നോ? നിന്നെ കൊണ്ടുപോകില്ല. പുലിനെ കണ്ടിട്ടില്ല, കാണാനില്ല കേട്ടോ. ചുമ്മാ ജസ്റ്റ് ഈ വലിയ മല കാണിക്കാൻ വേണ്ടിയാണ് വന്നത്. അപ്പോൾ നമ്മൾ ചെറിയൊരു ജസ്റ്റ് ഇത് ഉടൻ തന്നെ ഓപ്പൺ ആകും കേട്ടോ. ഓപ്പൺ ആകുമെന്ന് പറഞ്ഞൊരു 5-6 വർഷം കഴിയുന്നതിനും സെറ്റാവും. അതിനുള്ളൊരു പ്ലാനിങ്ങിലാണ് അവിടെ ചെടിയൊക്കെ നട്ടുപിടിപ്പിച്ചാണ്. പഴങ്ങളായാലും ചെടിയായാലും നട്ടുപിടിപ്പിച്ചാണ്. അതിന് വേണ്ടിയാണ്. അപ്പോൾ ഉടൻ തന്നെ ഇവിടെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് വരും. മസാജ് ചെയ്യേണ്ട ആവശ്യമില്ല ഇപ്പോൾ വരുവാണെങ്കിൽ അല്ലേ? ഇപ്പോൾ വരുവാണെങ്കിൽ മസാജ്. അയ്യോ മുകളിൽ മൊത്തം. ഇനി വീട്ടിൽ ചെന്നിട്ട് ചൂട് വെള്ളത്തിലുണ്ടല്ലോ കുറച്ച് ഉപ്പിട്ടിട്ട് കുളിക്കണം. എന്തായിരിക്കും എവിടെയൊക്കെ മുറിഞ്ഞിട്ടുണ്ടെന്ന് ഇങ്ങനെ നമുക്ക് കാണാം. മുകളിലേക്ക് കയറല്ലേ? രക്ഷയില്ല. അമ്പോ അങ്ങനെ നമ്മൾ ഗുഹയുടെ മണ്ടയിലും കൂടെ കയറിയിട്ടാ. ഇതാ മോൾഭാഗമാണ് അല്ലേ? ഇതിൻ്റെ അടിയിലല്ലേ ഗുഹ? എൻ്റെ മോനെ ഊഴം കൊടുന്നോറും കാഴ്ച കൂടുകയല്ല. താഴേക്ക് പോകാൻ തന്നെ പേര് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ മുകളിലേക്ക് കയറിയിട്ടാട്ടോ ഇനി കാണിച്ചിട്ടുണ്ടുള്ളൂ. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ മലയുടെ ഈ സൈഡായിട്ട് കണ്ട അവിടെയും പോകാനുണ്ടായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് നമ്മളവിടെ പോകില്ല. ഈ മലയുടെ മുകളിൽ കയറി കഴിഞ്ഞാൽ ഒത്തിരി സൈഡ് റൗണ്ടിൽ ഇങ്ങനെ പോകലടാ ബേസിലെ റൗണ്ടിൽ നമുക്കിത് കാണാം കേട്ടോ. അത് മൊട്ടക്കുന്നല്ലേ? അപ്പോൾ നമ്മളിത് ഈ മലയുടെ മണ്ടയ്ക്ക് കയറും കേട്ടോ. മണ്ണുള്ളവർക്ക് പറഞ്ഞിട്ട് പണിയല്ലടാ. നിന്നെ പോലെ കോലരിക്കണം, അന്നേരം ഈ പാറകളൊക്കെ പിടിച്ചു തരാൻ പറ്റുള്ളൂ. ഞാൻ കയറാൻ പോവാം. കയറും നമ്മൾ ആ മച്ചാരെ നമ്മുടെ ബേസിൽ അങ്ങനെ കയറിക്കൊണ്ടിരിക്കട്ടാ. ഭയങ്കര എന്തോരം പൊക്കമുണ്ടാ പുല്ല്, നല്ല പൊക്കമുണ്ടല്ലേ? പിന്നെ ഇത് കാണുന്നവർ പൊട്ടന്മാരല്ലേ പോടെ. അത് താഴെ അപ്പോൾ മലയുടെ മണ്ടയിൽ ഏകദേശം പകുതി മണ്ടയിൽ എത്തിയിട്ടാണ്. അപ്പോൾ ഇനി നമ്മൾ കയറാൻ പോവാണ്. ഇച്ചിരി ഇങ്ങോട്ടേ ഉണ്ട്, ഒരു കുറച്ചും കൂടെ ഉണ്ട്. നമ്മുടെ നന്നായിട്ട് പൊക്കത്തിൽ പുല്ലുണ്ടായിരിക്കുക. അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് വേണം കയറിപ്പോൾ. വഴി ഉള്ളതായിട്ട് ആദ്യമായിട്ട് ഉണ്ടാക്കണം, അതുപോലത്തെ സ്ഥിതിയിലാണിപ്പോൾ. അപ്പോൾ ഇതിലെ കയറി നമ്മൾ മുകളിലേക്ക് പോകട്ടോ. അപ്പോൾ മുകളിൽ ചെന്നിട്ട് ഇനി വീഡിയോയിൽ നമ്മുടെ ബേസിൽ അങ്ങനെ കുറച്ച് കായൊക്കെ പറിച്ചുകൊണ്ടുവന്നു. ഇത് പഴുത്ത കഴിക്കാം ഇല്ലടാ, പഴുത്തിട്ടില്ല. കഴിച്ചു എങ്ങനെയുണ്ട്?
ഇപ്പോൾ ബേസിൽ മുകളിലേക്ക് കയറിട്ടോ, നമുക്കും കയറാം മുകളിലേക്ക്. ആ മച്ചവരെ അങ്ങനെ ഒരു പഴുത്തത് നമുക്ക് ഓർമ്മ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ടേസ്റ്റ് ചെയ്താണത്, എടുക്കാച്ചി സാധനത്. മലയുടെ പുറത്തല്ലല്ലോ അത്. അങ്ങനെ ഏറ്റവും അവസാനം പഴുത്ത ഓർമ്മ കണ്ടുപിടിച്ചിട്ടുണ്ട്. നമുക്കിത് കഴിച്ചു നോക്കട്ടോ. മധുരം കൊണ്ടുവരാ, ഞാൻ പറഞ്ഞോ, ഞാൻ കൊണ്ടുവരാം. നല്ല മധുരം ഉണ്ട് കേട്ടോ അതിന്. അങ്ങനെ ഏകദേശം മണ്ടയിലെത്തിട്ടോ നമ്മുടെ പഴമൊക്കെ ആയിട്ട്. ഇത് ബേസിന് കൊടുക്കണ്ടേ 2-3 കഴിക്കാൻ വേണ്ടി. അങ്ങനെ മലയുടെ ടോപ്പ് എത്തിട്ടോ. ഇവിടെ അപ്പടി പുല്ല. ഇപ്പോൾ ബേസിൽ വെച്ചാൽ നമ്മുടെ ആ പഴം തിന്നാൻ പോട്ടെ. എങ്ങനെയുണ്ടാ? ഈന്തപ്പഴം പോലെയോ? അതിൻ്റെ ടേസ്റ്റ് ആണോ? അതുപോലെ എന്നാലും മധുരമുണ്ടോ? കാണിച്ച് സെറ്റപ്പല്ലേ? എങ്ങനെയുണ്ട്? കഴിച്ചിട്ടില്ലേ? ഞാൻ വന്നാറിനല്ലേ ഇത് കിട്ടിയത്. താഴത്തേക്ക് നോക്കിയാൽ നല്ല പേടിയാവട്ടോ. അപ്പോൾ താഴത്തേക്കൊന്നും പോകാതെ നോക്കുക പരമാവധി. ഈ മലയുടെ ബാക്ക് ഭാഗത്തേക്ക് ഇതുപോലെ ഇനിയും നീണ്ടിങ്ങനെ കിടക്കണ്ട. എന്തിനാ ഫോട്ടോ എടുക്കണേ? എന്നാ ഫോട്ടോ എടുക്കണം? മച്ചാന്മാരെ, ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി അടുത്തൊരു ദിവസം നമുക്ക് കാണാം. ബൈ ബൈ.